ഫോർഗോട്ടൻ ടേസ്റ്റ് ആൻഡ് ഫോർഗോട്ടൻ ഫുഡ് എന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ മറന്ന രുചികളും മറന്ന വിഭവങ്ങളും, ഹൗ ടു റിട്രീവ് ദ ഫ്ലേവർ ഓഫ് ദി ഫുഡ് ത്രൂ ദെയർ സോങ്. 2027 ഒരു അപ്ലിക്കേഷൻ 2026 തന്നെ തുടങ്ങണം. എന്നിട്ട് നമ്മളത് കറക്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ആ ഫ്രെയിം വർക്കിലേക്ക് നമ്മളതിനെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന് ആ ഫ്രെയിം വർക്കിനനുസരിച്ച് നമ്മളുടെ പ്രൊജക്റ്റിനെ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് കിട്ടാൻ 80% ചാൻസ്. ഒരു സ്പേസ് ഉണ്ടാക്കുക, അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പോരാ, അത് റിയാലിറ്റിയിൽ നടപ്പിലാക്കണം. അപ്പോൾ ഒരു ഫാക്കൽറ്റി ഒരു റിസർച്ച് ആയിട്ട് വരുമ്പോൾ നമ്മളതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. സുധനുണ്ട് ചിരിപ്പുണ്ട് വന്ന് പിറന്തതിൽ സ്തുതിവിണ്ട് ഉലകം അജബജബേ, സുധനുണ്ട് ചിരിപ്പുണ്ട് വന്ന് പിറന്തതിൽ സ്തുതിവിണ്ട് ഉലകം അജബജബേ. വിദ്യാർത്ഥികളിലെ മിടുക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അധ്യാപകരിലെ മിടുക്കന്മാരെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല. അധ്യാപകരിലെ ഒരു മിടുക്കനാണ് ഇന്ന് നമ്മളോടൊപ്പം സ്കിൽവേഴ്സിൽ അതിഥിയായിട്ടുള്ളത്, ഡോക്ടർ മുഹമ്മദ് ഹസീബ്. ഇത്തവണത്തെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ജേതാവാണ് അദ്ദേഹം. തിരൂരങ്ങാടി PSMO കോളേജിലെ ഹിസ്റ്ററി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ മുഹമ്മദ് ഹസീബ്. അദ്ദേഹത്തോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം, സ്കിൽവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ ഒരു പുതുമയാണ്, അത്രയധികം കേട്ട് പഴകിട്ടില്ലാത്ത വലിയൊരു നേട്ടമാണ്. ഒരുപക്ഷെ അമേരിക്കൻ ഇന്ത്യൻ സർക്കാരുകൾ സംയുക്തമായി നൽകുന്ന ഒരു സ്കോളർഷിപ്പാണല്ലോ. ഇത്ര വലിയൊരു നേട്ടത്തിലേക്ക് നടന്നു കയറുന്നത്, ആദ്യം നമുക്ക് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ളൊരു കൗതുകം ഉണ്ടാവും. എന്താണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ്? താങ്ക് യു റിസാല അപ്ഡേറ്റ് ഫോർ ഹാവിങ് മീ ഹിയർ. വളരെ വലിയ സന്തോഷം. നമ്മൾ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ അമേരിക്കൻ ഇന്ത്യൻ ഗവൺമെൻറ് സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു അക്കാഡമിക് പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ്മെൻറ്റ് സ്കോളർഷിപ്പാണ്, ഫെലോഷിപ്പാണ്. അത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്ട്രിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഫണ്ട് ചെയ്യുന്ന ഒരു വലിയ ഫെലോഷിപ്പാണ്. വലിയ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല 160ഓളം രാജ്യങ്ങളിൽ നെറ്റ്വർക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ്മെൻറ്റ് അക്കാഡമിക് ഫെലോഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ്. അതിലേക്കുള്ള ജേർണി പറയുന്നതിന് മുമ്പ് ഒരുപാട് ടൈപ്പ് ഓഫ് ഫെലോഷിപ്പുകളുണ്ട്, ഒരുപാട് കാറ്റഗറി ഓഫ് ഫെലോഷിപ്പുകളുണ്ട്. അത് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉണ്ട്, പോസ്റ്റ് ഡോക്ടറൽ ഉണ്ട്, അക്കാഡമിക് എക്സലൻസ് ഉണ്ട്, പിന്നെ ക്ലൈമറ്റ് റിലേറ്റഡ് ഫെലോഷിപ്പ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഫെലോഷിപ്പ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഫെലോഷിപ്പ് വരെ ഉണ്ട്. മാനേജ്മെൻറ്റുകൾ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ പോയിട്ട് ഫെലോഷിപ്പിന് അപ്ലിക്കേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്രൈറ്റ് നെഹ്റു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പാണ്. ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഫെലോഷിപ്പ് പെർട്ടിക്കുലർലി ഫോർ ദോസ് ഹു ആർ കംപ്ലീറ്റഡ് PhD കഴിഞ്ഞ ആളുകൾക്ക് ഉള്ളതാണ്. PhD കഴിഞ്ഞ് ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു ഫെലോഷിപ്പാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ ഒരു അക്കാഡമിക് എക്സലൻസ് ഫെലോഷിപ്പ് എന്നതിലപ്പുറത്ത് നമ്മളെടുത്ത് അവർ അതിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ്മെൻറ്റ്, നോർമലി കോമൺ പീപ്പിൾ എൻഗേജ്മെൻറ്റ്. അതിനവർ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരുന്നതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് എന്താണ് മെച്ചം, അമേരിക്കയിലേക്ക് വരുന്നതുകൊണ്ട് അമേരിക്കയിലെ അക്കാഡമിക് കമ്മ്യൂണിറ്റി അല്ല, ദോസ് ഹു ആർ ബിലോങ്സ് ഔട്ട്സൈഡ് ദി അക്കാഡമിക് കമ്മ്യൂണിറ്റി, അവർക്ക് എന്താണ് നേട്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് അക്കാഡമിക് പ്ലസ് പീപ്പിൾ ടു പീപ്പിൾ ഫെലോഷിപ്പാണ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമും കൂടെയാണ്. നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട് IFSകാർ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്നൊക്കെ. കാരണം ഒരു സോഫ്റ്റ് ഡിപ്ലോമസി ഓൾവേസ് വർക്കിംഗ് ബിറ്റ്വീൻ ദ കൺട്രീസ്. അതുകൂടെയാണ് ഈ ഒരു ഫെലോഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരു സോഫ്റ്റ് ഡിപ്ലോമസി ആയിട്ട് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഉള്ളിൽ ഇത്തരം ഫെലോഷിപ്പുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതും ഈ ഒരു ഫെലോഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറിയാണ്. സോ ഒരു പെട്ടെന്നൊരു ഉത്തരം പറയുകയാണെങ്കിൽ കൾച്ചർ, പീപ്പിൾ ടു പീപ്പിൾ എൻഗേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ആൻഡ് ഓൾസോ ദി ഗവൺമെൻറ് എൻഗേജ്മെൻറ്റ് ഫെലോഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഈ PhD കഴിഞ്ഞ് കഴിഞ്ഞാൽ അധ്യാപകരൊക്കെ ഒരു റെസ്റ്റിങ്ങിലേക്ക് പോകാം, ഒരു റെസ്റ്റിലേക്ക് അങ്ങ് പോകാം. പിന്നെ അധ്യാപനമൊക്കെ ആയിട്ട് ഒരു ജോലിയൊക്കെ ആയിട്ട് അതങ്ങനെ അങ്ങ് പോകും. കൂടി വന്നാൽ 1-2 ഇത്തരത്തിലുള്ള പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നതിലേക്ക് മാത്രം ഇത്തരം കാര്യങ്ങളൊന്നും. ഒരു പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അധ്യാപനം എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ് പല ആളുകളെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ഇത്രയധികം ഈ കാര്യങ്ങളിലേക്ക് മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ആക്ച്വലി വൺ ഓഫ് ദ മേജർ പ്രോബ്ലം ആസ് വെൽ.
ബിക്കോസ് നമ്മൾ ഒരു കരിയറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സ് ബാക്കിൽ നടന്നിട്ടുണ്ടാവും. ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടാവും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു PhD കഴിഞ്ഞ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ PSMO കോളേജിലെ തിരുരങ്ങാടിയിലെ എൻ്റെ ഏറ്റവും മാതൃസ്ഥാപനത്തിൽ വർക്ക് ചെയ്ത്, ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്, അവിടെ തന്നെയാണ് ഡിഗ്രിയും PGയും ചെയ്തത്. അവിടുന്ന് പിന്നെ ഡൽഹിയിലേക്ക് പോയി, ഇങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും അവിടെ അധ്യാപകനായി. അപ്പോൾ ഇത്തരം കോളേജുകളിലേക്കൊക്കെ നമുക്ക് വീണ്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മുമ്പിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രധാന ക്രക്സ് എന്ന് പറയുന്നത്, ഇത്തരം ഒരു ജോലിയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ CV അവിടെ മുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങണം. സാധാരണ സംഭവിക്കാറ് നമ്മളുടെ CV അതുവരെ സ്ട്രോങ് ആയിരിക്കും, നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് റീച്ച് ആയി കഴിഞ്ഞാൽ CV ഒന്നിങ്ങനെ ഒരു സ്ലോ ഇങ്ങനെ പോകുന്നൊരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് whenever the moment you enter into the service, that is the right point to build upon extra on your CV. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഫെലോഷിപ്പ് കിട്ടാൻ വലിയ കാര്യമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. കാരണം ഞാൻ ഏകദേശം 2021 മുതൽ PSMOയിൽ പെർമനൻ്റ് അധ്യാപകനായി. അതിനു മുമ്പ് ഒരു 3 വർഷം ഗസ്റ്റ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. ഈവൻ ഐ എം വർക്ക്ഡ് ആസ് എ ഗസ്റ്റ് ലെക്ചർ ഇൻ മൈ കോളേജ്. ഐ പ്രസൻറ്റഡ് സോ മെനി പേപ്പേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ കോൺഫറൻസസ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ധാരണ ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഇത് എന്തെങ്കിലും ഒരു ജങ്ചറിൽ ഇത്തരത്തിലുള്ള ഫെലോഷിപ്പിന് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ CV എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നാൽ നേരത്തെ തയ്യാറാണ്, അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് ഏകദേശം ഒരു 10-15ഓളം രാഷ്ട്രങ്ങളിൽ ഞാൻ ഒരു 10-20ഓളം ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ ഇൻക്ലൂഡിങ് കാംബ്രിഡ്ജ് നടത്തിയ കോൺഫറൻസിൽ പോലും പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ യെസ്, ഇത്തരം ഫെലോഷിപ്പുകൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മളുടെ CV വളരെ സ്ട്രോങ് ആക്കി വെക്കണം. അങ്ങനെ സ്ട്രോങ് ആക്കി വെക്കണമെങ്കിൽ നമ്മളൊരു അക്കാഡമിക്കൽ പോസ് എന്ന് പറയുന്ന സാധനം വരാതെ നോക്കുകയും വേണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു തയ്യാറെടുപ്പ് വരുന്നത്? എവിടെയാണ് തുടങ്ങേണ്ടത്? പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു എൻട്രി കിട്ടാത്തതാണ് ബുദ്ധിമുട്ട്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. ഒരു പക്ഷേ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയാണ് ഇതിനൊരു അപേക്ഷ തയ്യാറാക്കേണ്ടത്? എവിടെ തൊട്ടാണ് തുടങ്ങേണ്ടത്? ഗുഡ്. ഈ ഫെലോഷിപ്പ് പോസ്റ്റ് ഡോക്ടറിൽ തുടങ്ങേണ്ടത് നമ്മൾ PhD കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. PhD കഴിഞ്ഞിട്ട് ഒന്നുകിൽ നമുക്ക് PhDയുടെ ഒരു ഭാഗം പോസ്റ്റ് ഡോക്ടറിന് വേണ്ടി തയ്യാറാക്കി വെക്കാം, അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്ക് നമ്മളുടെ PhDയോട് അടുത്ത് നിൽക്കുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പോസ്റ്റ് ഡോക്ടറിന് വേണ്ടി തയ്യാറാക്കി വെക്കാം, അല്ലെങ്കിൽ ഇനി പുതിയൊരു ടോപ്പിക്ക് തന്നെ നമുക്ക് ഈ ഒരു പ്രപ്പോസലായിട്ട് കൊടുക്കുകയും ചെയ്യാം. 3 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്ത് PhDയിൽ തന്നെ ചെയ്തോളണം നിർബന്ധമൊന്നുമില്ല, ഏത് വേണമെങ്കിലും മാറിപ്പോവാം. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ടു ബി കണക്റ്റഡ് വിത്ത് യു ഓൾറെഡി ഡൺ യുവർ PhD ഫോർ ലാസ്റ്റ് 5 years. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മളുടെ PhDയുടെ ഒരു ഭാഗമാണെങ്കിൽ ബെസ്റ്റാണ്, അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ചൂസ് ചെയ്തത് എൻ്റെ PhDയുടെ ഒരു ഭാഗം തന്നെയാണ്. PhDയിൽ ഞാൻ വളരെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ആർക്കൈവൽ റീസ്റ്റഡി റിപ്പാട്രിയേഷൻ പ്രോഗ്രാം. അത് പറയുന്നതിന് മുമ്പ് ഇത് എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഒരു 1930കളിൽ 20-30 കാലഘട്ടങ്ങളിൽ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള പല ഭാഗങ്ങളിലും മലബാർ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഒരു എത്നോ മ്യൂസിക്കോളജിസ്റ്റ് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അർണോൾഡ് ആഡ്രിയാൻ ബാക്കെ എന്നാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഇവിടെയുള്ള എല്ലാ പാട്ടുകളും മീൻസ് അന്നുണ്ടായിരുന്ന ഈ കടൽ തീരങ്ങളിൽ ഉള്ള ആളുകളെ അവരെ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അവരെ മാരേജുമായിട്ട് റിലേറ്റ് ചെയ്ത്, അവർ നിത്യേന പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ, അവരുടെ കലാരൂപങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി. അത് വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും. സമയം ഒന്നുകൂടെ ശ്രദ്ധിക്കണം, 1920-30 കാലങ്ങളിലാണ്. നമ്മളെ ഇന്ത്യയിലൊക്കെ റെക്കോർഡിംഗ് ടെക്നോളജി പോപ്പുലർ ആകുന്നത് 1960-ന്റെ ശേഷമാണ്. അപ്പോൾ അതിന് 40 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം മാപ്പിളപ്പാട്ടുകളും ബോട്ട് ലാൻഡിങ് സോങ്ങുകളും ഫിഷിംഗ് സോങ്ങുകൾ, അങ്ങനെ തുടങ്ങി പല ബദർ പടപ്പാട്ടുകൾ, മാരേജ് സോങ്ങുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് പല കാറ്റഗറി ഓഫ് സോങ്സ്, നോട്ട് ഓൺലി റിലേറ്റഡ് ടു ദി മലബാർ ബട്ട് എൻറ്റയർ ബെൽറ്റ് ഓഫ് കേരള, not only even in Kerala, other parts of India as well. But I am concentrating ഈ ഒരു ആസ്പെക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഈ മലബാറിലെ ഈ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ ഈ സോങ്ങുകൾ നമ്മൾക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം. നിങ്ങൾ ചോദിച്ച ചോദ്യം എൻ്റെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിൻ്റെ പ്രൊജക്റ്റ് ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്തു എന്നായിരുന്നു. എൻ്റെ പ്രൊജക്റ്റ് PhDയുടെ സമയത്ത് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് മുഴുവനുമായിരുന്നു. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഇന്ത്യൻ ഓഷ്യൻ പെർസെപ്ഷൻ, മാപ്പിളപ്പാട്ടിൻ്റെ കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു മൈൻഡ് ബോഡി റിലേഷൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ പോസ്റ്റ് ഡോക്ടറലിൽ ഞാൻ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗം മാത്രമായ
ഞാൻ നേരത്തെ പറഞ്ഞ അർണോൾഡ് ആഡ്രിയാൻ ബാക്കയുടെ ഈ റെക്കോർഡിങ്സിനെ കുറിച്ച് പഠിക്കുകയും അതിനെ വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ്. ഇതിൻ്റെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളൊരു നോർമലി ഇപ്പോൾ ഒരാൾക്ക് പലർക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, എങ്ങനെയാണ് സ്റ്റാർട്ട്? ഇപ്പോൾ ഈ ഫെലോഷിപ്പ് കിട്ടിയപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു കാര്യം ഈ ഒരു പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചത്. ഇതൊരു ഞാൻ പല സമയത്തും പറഞ്ഞ പോലെ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. എന്ന് പറഞ്ഞാൽ ഒരു 1 year കംപ്ലീറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം ഓൺ ദിസ്. കാരണം ഈ ഒരു 2026 ഏകദേശം മെയിൽ റിസൾട്ട് വന്നതിന് ഞാൻ 2025 ജൂണിലാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഒരു 1 year കംപ്ലീറ്റ് പ്രോസസ്സ്. ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ് ഓൾസോ. ഒരു സിവിൽ സർവീസിൻ്റെ സമയത്തൊക്കെ അതുപോലത്തെ പ്രിപ്പറേഷനാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഇതിന് ആ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്തല്ല നമ്മളിതിൻ്റെ ഡ്രാഫ്റ്റിംഗ് തുടങ്ങേണ്ടത്. So if you are planning for the Fulbright Fellowship, you have to do your work prior to the application beginning. എന്ന് പറഞ്ഞാൽ 2027 ഒരു അപ്ലിക്കേഷൻ 2026 തന്നെ തുടങ്ങണം. എന്നിട്ട് നമ്മളത് കറക്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിലേക്ക് നമ്മളതിനെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന് ആ ഫ്രെയിം വർക്കിനനുസരിച്ച് നമ്മളുടെ പ്രൊജക്റ്റിനെ ഡ്രാഫ്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് കിട്ടാൻ 80% ചാൻസ്. So how strong your proposal, that will determine whether you are in or out. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൊതുവെ ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിംഗ് അപ്ലിക്കേഷൻ്റെ വിളിക്കുന്നതിൻ്റെ ഒരു 6-7 മാസം മുമ്പേ തുടങ്ങി വെക്കണം. എന്നിട്ട് പ്രൂഫ് റീഡിംഗ് നടത്തി ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ഫാക്കൽറ്റീസ് ആവാം, നിങ്ങളുടെ പ്രൊഫസേഴ്സ് ആവാം, ഓർ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് ആവാം, അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് എല്ലാം അപ്ലിക്കേഷൻ്റെ മുമ്പേ തീർത്ത് വെക്കണം. എന്നിട്ട് ജൂലൈയിൽ ഏകദേശം ഏപ്രിലൊക്കെ അപ്ലിക്കേഷൻ വിളിക്കും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഏകദേശം 3-4 മാസം ഉണ്ടാവും അപ്ലിക്കേഷൻ്റെ സമയത്ത്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമുക്ക് ഇരിക്കാനുള്ള സമയം കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഈ അപ്ലിക്കേഷൻ പോർട്ടൽ USIEF എന്ന് പറയുന്നൊരു പോർട്ടലാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ. അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്തിട്ട് പിന്നെ ഒരു പിത്തോറ ഓഫ് ചോദ്യങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അതിനെല്ലാം ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് മുന്നേ കൂട്ടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു വെക്കേണ്ടത്. പിന്നെ ഈ ഓരോ ആപ്ലിക്കേഷനും ചോദിക്കുന്ന കറക്റ്റ് പോയിൻറ്റ്സുകളുണ്ട്. അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരിക. എവിടെയാണ് പഠിച്ചത്, നമ്മളുടെ പേഴ്സണൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണൽ ലൈഫ്, നമ്മൾക്ക് കിട്ടിയ അവാർഡുകൾ, നമ്മൾ പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സുകൾ, നമ്മൾ പ്രസൻറ്റ് ചെയ്ത കോൺഫറൻസുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ അക്കാഡമിക്കൽ ജേണി മുഴുവൻ ഏകദേശം ഒരു ഡിഗ്രി കാലഘട്ടം മുതലുള്ള മുഴുവൻ അക്കാഡമിക് ജേണിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട ഒരു വെബ്സൈറ്റാണ് USIEF. അതിൽ പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് തീർച്ചയായും. പ്രൊജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. മേ ബി നമ്മളുടെ PhD-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ആവാം. പക്ഷേ ആ പ്രൊജക്റ്റ് നമുക്ക് ഇഷ്ടം പോലെ എഴുതാനുള്ള സ്പേസ് അവിടെ ഇല്ല. കറക്റ്റ് ഒരു 250 വേർഡ് അല്ലെങ്കിൽ മാക്സിമം ഒരു 300 വേർഡ്സ് എഴുതാൻ പറ്റുള്ളൂ. അതിന് USIEF കറക്റ്റ് പറയുന്നുണ്ട്, ഓരോ ബുള്ളറ്റും നിങ്ങൾ എന്താണ് ഓരോ ഹെഡിങ് കൊടുത്തിട്ട് അവർ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ it's your project, you have that better idea, but you have to answer that particular question on behalf of the template provided by them. അങ്ങനെ ഓരോ ടെംപ്ലേറ്റ്സുകളും തന്നിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് അവർ ചോദിക്കുന്ന ഒരു ടെംപ്ലേറ്റ്സ് ബാക്ക്ഗ്രൗണ്ടാണ്. എന്താണ് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? അപ്പോൾ നമ്മൾ നോർമലി ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് യുബിക്വിറ്റസ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞാൽ ദാറ്റ് സിംപ്ലി മീൻസ് ദാറ്റ് കുറേ സമയം അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അങ്ങനെയല്ല, ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുമ്പോൾ നമ്മളെ പ്രൊജക്റ്റ് പ്രിസൈസായി, കൺസൈസായി, ജസ്റ്റിഫൈഡ് രൂപത്തിൽ, ഈവൺ ഒരു കോമൺ ആളിന് വായിച്ചാൽ പോലും മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളുടെ പ്രൊജക്റ്റിന് വേണ്ടി കൊടുക്കണം. അങ്ങനെ ഞാൻ പറയാൻ കാരണം, നമ്മളെ പ്രൊജക്റ്റ് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് സാധനമാവാം. പ്രൊജക്റ്റിൽ ചിലപ്പോൾ വലിയ വലിയ ടെർമിനോളജികൾ ഉണ്ടാവാം, ജാർഗൺ ടേംസുകൾ ഉണ്ടാവാം. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ദോസ് ഹു ആർ ഔട്ട്സൈഡ് ദ ഡൊമൈൻ ഓഫ് ഹിസ്റ്ററി ഞാൻ എന്തെങ്കിലും ഒരു അക്കസ്റ്റമോളജി, എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറഞ്ഞാൽ, ഓർ മാനുസ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ കോഡിക്കോളജി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സോ ബാക്ക്ഗ്രൗണ്ട് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. അങ്ങനെ ഒരു സാധനമായിരിക്കണം. അപ്പോൾ നമ്മൾ കഴിയണതും നമ്മളെ പ്രൊജക്റ്റ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ അതൊരു സിമ്പിൾ സാധനമായിരിക്കണം. പ്ലസ് അതിലൊരു യുണീക്നെസ് ഉണ്ടാവണം.
എല്ലാവരും ഒരേ സാധനം റിപ്പീറ്റ് ചെയ്ത് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. സോ യുവർ പ്രോജക്റ്റ് ഷുഡ് ബി യുണീക്ക്. ആ യുണീക്ക്നെസ് ആണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ, അത് കറക്റ്റ് ലെജിബിളായിട്ട് എഴുതാൻ പറ്റുക എന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രൊജക്റ്റിൽ ചോദിക്കുന്ന മെത്തഡോളജിയാണ്. മെത്തഡോളജി കാര്യമായിട്ടും ചോദിക്കുന്നത് പോസ്റ്റ് ഡോക്ടറൽ ആയതുകൊണ്ടാണ്. അതിലവർ ചോദിക്കും നിങ്ങളുടെ പ്രൊജക്റ്റ് നിങ്ങൾ ഏത് രൂപത്തിലാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിന് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെത്തഡോളജിക്കൽ പാർട്ട് എന്താണ് ചോദിക്കും. സോ ദിസ് ഈസ് ഓൾ ഡിഫറെൻറ്റ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച മെത്തഡോളജി അടുത്തൊരു ഫെലോഷിപ്പ് കൊടുക്കുന്ന ആളുകൾക്ക് അതേ സാധനം കൊടുത്തോളുന്നില്ല. കാരണം യുവർ മെത്തഡോളജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വേ ഓഫ് യുവർ ഡൂയിങ് പ്രോജക്റ്റ്. അപ്പോൾ അതിനുള്ളതായിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മെത്തഡോളജി പറയുകയാണെങ്കിൽ ഞാനൊരു എത്നോ മ്യൂസിക്കോളജിക്കൽ ഹിസ്റ്റോറിക്കൽ മെത്തഡോളജിയെ യൂസ് ചെയ്ത്. അപ്പോൾ രണ്ട് മെത്തഡോളജി, ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, പക്ഷെ അത് പഠിക്കുന്നത് പാട്ടിലൂടെയാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ മെത്തഡോളജി എടുത്തു, എത്നോ മ്യൂസിക്കോളജിയുടെ മെത്തഡോളജി എടുത്തു. എത്നോ മ്യൂസിക്കോളജിയിലുള്ള മെത്തഡോളജികൾ ഒരുപാടുണ്ട്. മെത്തഡോളജി എടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കണ്ട, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള തോതിൽ മെത്തഡോളജി ഉപയോഗിക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജ് വരും. ആ സ്റ്റേജിൽ അവർ കാര്യമായിട്ടും ഫോക്കസ് ചെയ്യുക നമ്മളുടെ മെത്തഡോളജിയിലായിരിക്കും. അതേക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാവും, ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. മെത്തഡോളജി അവർക്ക് ക്ലാരിഫൈ ആയി കിട്ടുന്നവരെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ച ഒരുപാട് മെത്തഡോളജി ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട മെത്തഡോളജിയാണ് ഈ എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറയുന്ന. അപ്പോൾ സൗണ്ട് സ്റ്റഡി ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കോഡിക്കോളജി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. കോഡിക്കോളജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ്, നമ്മൾ എങ്ങനെയാണ് ഓരോ മാനുസ്ക്രിപ്റ്റുകളൊക്കെ റീഡ് ചെയ്യുക. ഓരോ മാനുസ്ക്രിപ്റ്റുകൾ അറബി മലയാളത്തിലുള്ള സാധനങ്ങളെ ഏത് തലത്തിലാണ് റീഡ് ചെയ്യുക, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ്, അതിനെങ്ങനെയാണ് നമ്മൾ മൈൻഡുമായിട്ടും ബോഡിയുമായിട്ടും കണക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന മെത്തഡോളജികളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിച്ച ഒരു പ്രധാനപ്പെട്ട സാധനമാണ് സെമിയോട്ടിക്സ്. സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ സിംബലുകളെ കുറിച്ച് പഠിക്കുക. സിംബലുകളെ കുറിച്ച് ജസ്റ്റ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സ്റ്റഡി ഓഫ് ദ സിംബൽ, ബട്ട് ഹൗ ടു ഇൻ്റർപ്രറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദി സോഷ്യൽ കണ്ടീഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. എങ്ങനെ അവർ സിംബൽസിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ അതൊക്കെ പിന്നെ ചെയ്തു. പിന്നെ ഒരു മൈൻഡ് ബോഡി ജർക്കിംഗ് എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഒരു പാട്ട് ഞാൻ പാട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ പാട്ട് നമുക്ക് പാടാം. അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടി തരുമ്പോൾ നിങ്ങളത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ മൈൻഡ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. സോ ഐ ഓൾസോ യൂസ് ദീസ് സോർട്ട് ഓഫ് മെത്തഡോളജി, ഹൗ ടു റിയാക്ട്, മൈൻഡ് ബോഡി ജർക്കിംഗ്, some sort of methodology to analyze the impact of these songs on that particular society. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടൈം ആൻഡ് സ്പേസിനെ കുറിച്ച്, ടെമ്പോറാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും. ആ ഓരോ കാലഘട്ടത്തിലുള്ള സൗണ്ടിൻ്റെ പ്രത്യേകത, സോണിക് വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സൊസൈറ്റി. ഒരു സമൂഹത്തെ അവരുടെ സൗണ്ടിലൂടെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അതിന് നമ്മൾ അവരുടെ സൗണ്ടിൻ്റെ മോഡുലേഷൻ, അവരുടെ സൗണ്ടിൻ്റെ വേരിയേഷൻ, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു ഇമോഷൻ റെസ്പോൺസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു നോയിങ് the history of one particular community by analyzing their sound എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാര്യമായിട്ട് എന്നോട് ചോദിച്ചതും ഞാൻ ഉപയോഗിച്ചതുമായൊരു മെത്തഡോളജി ഒരു ട്രാൻസ്ഡക്ഷൻ ആയിരുന്നു. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എൻഡ് റിസൾട്ട്. അപ്പോൾ ട്രാൻസ്ഡക്ഷൻ ഓഫ് ദ സോങ്സ് എന്നായി നമ്മൾ പറയുക. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു റെസ്പോൺസ്. Then also I use some methodologies like റീപാട്രിയേഷൻ, തിരിച്ചു കൊണ്ടുവരിക. ഒരു പാട്ടിനോട് നഷ്ടപ്പെട്ടു പോയ പാട്ടുകളെ വീണ്ടും നമ്മളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഈ പാട്ടൊന്നും ഇപ്പോൾ ഇല്ല. 1930കളിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകളൊക്കെ പൊതുവേ ഇങ്ങനെ അന്യം നിന്ന് പോയിട്ടുണ്ട്, ഇല്ല എന്ന് തന്നെ പറയാം. ചില ട്യൂണുകളൊക്കെ ബാക്കിയുണ്ട്. അതിനെ തിരിച്ച് റിപ്പാട്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് അത് പഠിക്കാൻ വേണ്ടി, നമ്മളുടെ യുവതലമുറക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർക്കൈവ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എൻ്റെ മെത്തഡോളജി ഞാൻ ഫോം ചെയ്തത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ഒരു മെത്തഡോളജി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കോളേജ് പഠനകാലത്തെ നല്ല പാട്ടുകാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിന് ഇഷ്ടപ്പെടുന്ന പല വേദികളിലും അത് പാടിയിട്ടുള്ള ഒരാളും കൂടിയാണ്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പല സുഹൃത്തുക്കളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നല്ല പാട്ടുകാരനാണെന്നുള്ള രീതിയിലാണ് പറയാറ്. അപ്പോൾ അങ്ങനെ പാട്ട് പാടി വന്നിരുന്ന, മാപ്പിളപ്പാട്ടിനെ സ്നേഹിച്ചിരുന്ന, പഠനത്തോടൊപ്പം അത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഈ സാഹിത്യത്തിൽ പാഷനുള്ള ആളുകളുണ്ടാവും.
മാപ്പിളപ്പാട്ട് വൺ ഓഫ് ദ വേ ആണ്. പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള അക്കാദമിക്കിൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ലോകത്ത് പൊതുവെ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നത്, സാങ്കേതിക വിദ്യയിലുള്ള വിദ്യാഭ്യാസം. അപ്പോൾ പലതരത്തിൽ ഇത് മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ ഈ നമ്മൾ പറയുന്ന ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ പൊതുവെ പുറകോട്ട് പോകുന്നു. അത് തൃണവൽക്കരിക്കപ്പെടുന്നു തന്നെ പറയാം. കാരണം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു, പല ആളുകൾക്കും അതിലുള്ള താല്പര്യം നഷ്ടപ്പെടുന്നു. ഇനി താല്പര്യമുള്ള കുട്ടികൾക്ക് തന്നെ ഇതിൽ എന്തെല്ലാം അവസരങ്ങളുണ്ട്. ഇത് വലിയ അവസരങ്ങളില്ലാത്തത് കൊണ്ട് എനിക്കിത് മുന്നോട്ട് പോകാൻ കഴിയില്ലേ, ഞാൻ നിർബന്ധിതനാകുകയാണ് മറ്റൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ, തൊഴിലധിഷ്ഠിത കോഴ്സ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഹ്യൂമാനിറ്റീസ് ഒരു തൊഴിലില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഭാവിയില്ലാത്തൊരു റീജിയനായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നൊരു കാലമാണ്. അപ്പോഴാണ് നിങ്ങളെപ്പോലുള്ളവർ വലിയ നേട്ടങ്ങളുമായി ഹ്യൂമാനിറ്റീസിലേക്ക് ആളുകളെ കൈവട്ടി വിളിക്കുന്നത്. വരൂ, ഇവിടെ ഇത്രയും അവസരങ്ങളുണ്ട്. ശരിക്കും എത്ര അവസരങ്ങളുണ്ട് ഒരു ഇത്തരം ഹ്യൂമാനിറ്റീസിൽ? അത് ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ദാറ്റ് ഒരു അടിപൊളി ചോദ്യമാണ്. കാരണം ആ ഒരു ധാരണ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും ആളുകളെ വിചാരം ഒന്ന് ഹ്യൂമാനിറ്റീസ് എടുത്തു. പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഹ്യൂമാനിറ്റീസോ അതെന്തിനെടുക്കുന്നു, വേറൊന്നും കിട്ടാത്തതുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ മാറിയിട്ടുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മളെ ഒട്ടുമിക്ക ഇന്ത്യൻ പ്രീമിയർ യൂണിവേഴ്സിറ്റികളും ഈവൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഹാർവാർഡ് പോലെയുള്ള, കാംബ്രിഡ്ജ് പോലെയുള്ള, ഷിക്കാഗോ പോലെയുള്ള, ഇപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു അക്കാഡമിക് സ്പേസ് ഉണ്ട് ഹ്യൂമാനിറ്റീസിനെ കുറിച്ച്, ഒരു സോഷ്യൽ കൾച്ചറൽ സ്പേസിനെ കുറിച്ച്, ഒരു എത്നോഗ്രഫിക്കൽ, എത്നോ മ്യൂസിക്കോളജിക്കൽ, എത്നോ കൊറിയോളജിക്കൽ സ്പേസിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് അവിടെ മുമ്പിലുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. കാരണം US പോകുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ദോസ് ഹു ആർ ഐദർ ബിലോങ്സ് ടു ദി ഹ്യൂമാനിറ്റീസ് ഓർ സ്പെസിഫിക്കലി ദോസ് ഹു ആർ ബിലോങ്സ് ടു ദീസ് കൾച്ചറൽ സ്റ്റഡീസ്, അങ്ങനെയുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അത് ആളുകൾ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. നമ്മൾ ഇന്ത്യയിലുള്ളതിനേക്കാളും ഓപ്പർച്യൂണിറ്റി പുറത്തുണ്ട്. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കൾച്ചറൽ സ്റ്റഡീസ് ഉണ്ട്, സിവിലൈസേഷണൽ സ്റ്റഡീസ് ഉണ്ട്, സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഹിസ്റ്ററി സ്റ്റഡീസ് ഉണ്ട്, മ്യൂസിക്കോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തിനാണോ താല്പര്യം അതിന് പോവാം. ഞാൻ എൻ്റെ കോളേജിലെ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, പലപ്പോഴും ഈ ക്ലാസിക്കൽ ഡാൻസൊക്കെ പഠിക്കുന്ന, ഭരതനാട്യം, കുച്ചിപ്പുടിയൊക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളുടെ ഈ ഒരു പാഷനെ നിങ്ങളുടെ അക്കാഡമിക് ആക്കി കൊണ്ടുപോകണം. കാര്യം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ഡബ്ലിനിൽ ഒരു പേപ്പർ പ്രസൻറ്റേഷന് പോയി, അയർലൻഡിൽ. ആ പ്രോഗ്രാം നടത്തിയത് തന്നെ റൂട്ട്സ് ബിയോണ്ട് റൂട്ട്സ് എന്ന് പറയുന്ന ഒരു തീമിലാണ്. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഡിജിറ്റൽ വേർഷൻ. ഈ ഡിജിറ്റൽ യുഗത്തിൽ, ഈ ടെക്നോസ്ഫിയർ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ക്ലാസിക്കൽ ഡാൻസിനെ നമുക്ക് എങ്ങനെ ഒന്നുകൂടെ നമുക്ക് ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാം എന്നൊരു സാധനത്തിലാണ്. അപ്പോൾ അന്ന് അവിടെ വന്ന ഒട്ടുമിക്ക കാംബ്രിഡ്ജിൽ നിന്നുണ്ട്, ഓക്സ്ഫോർഡിൽ നിന്നുണ്ട്, ഹാർവാർഡിൽ നിന്നുണ്ട്, ഇവരെല്ലാവരും ഫോക്കസ് കൊടുത്തിരിക്കുന്ന കലാരൂപങ്ങൾ, ക്ലാസിക്കൽ ഡാൻസുകൾ, ഭരതനാട്യം, കുച്ചിപ്പുടി പോലെയുള്ള ക്ലാസിക്കൽ ഡാൻസുകളാണ്. നമ്മുടെ നാട്ടിൽ എത്ര ആൾ കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ കളിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ വെരി റയർ പീപ്പിൾ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഏബിൾ ടു ചൂസ് ദെയർ പാഷൻ ആസ് ദെയർ കരിയർ. അപ്പം ഞാൻ കാണും പലപ്പോഴും കഥകുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഒഡീസിന്ന് ആളുകളുണ്ടാവും. പക്ഷെ നമ്മളെ ഭരതനാട്യത്തിലും അല്ലെങ്കിൽ ഈ കേരള നടനത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റായിട്ട് ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോയി ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പാട്ട് എന്ന് പറയുന്ന മ്യൂസിക്കൽ ആസ്പെക്ട്സിൽ മാത്രമല്ല, ഡാൻസ് എന്ന് പറയുന്ന ആസ്പെക്ട്സിലാണെങ്കിൽ പോലും നമുക്ക് എക്സൽ ചെയ്യാനുള്ള വളരെ വലിയൊരു സ്പേസ് ഇന്ന് ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിലുണ്ട്. സോ മൈ റിക്വസ്റ്റ് ടു യു ദോസ് ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ, എക്സൽ ഓൺ ബിഹാഫ് ഓഫ് യുവർ പാഷൻ. അതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റികൾ, സാങ്കേതികവിദ്യയിൽ മാത്രമല്ല ഇവിടെയും പണി കിട്ടും. പിന്നെ ഇഷ്ടം പോലെ. അതായത് ആളുകൾ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിലാരാണോ ഒരു പുതിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ കോൺസെപ്റ്റ് അതിലുണ്ടായിരിക്കണം. വെറുതെ പോയിട്ടൊരു മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പഠിക്കുക, വെറുതെ പോയിട്ടൊരു കലാരൂപത്തെക്കുറിച്ച് പഠിക്കുക എന്നതല്ല. അതിൻ്റെ ഒരു ലാർജ് ക്യാൻവാസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുക, ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ് ബിറ്റ്വീൻ ദ പീപ്പിൾ, ബിറ്റ്വീൻ ദ കമ്മ്യൂണിറ്റി, ഈവൻ ബിറ്റ്വീൻ ദ ഓഷ്യൻ. നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ വേൾഡൊക്കെ കുറിച്ച് പറയുമ്പോൾ, അറ്റ്ലാന്റിക് ഓഷ്യനൊക്കെ കുറിച്ച് പറയുമ്പോൾ എല്ലാം കൂടെ എങ്ങനെയാണ് ഒരു കണക്റ്റഡ് ഹിസ്റ്ററി നമുക്ക് രൂപീകരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്പേസിന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതിനെ ഉപയോഗിക്കലാണ് ഇനി വരാനുള്ള തലമുറകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തി എന്ന് പറയുന്നത്. അവരുടെ ഒരു ലോജിസ്റ്റിക് പെർസ്പെക്റ്റീവ് വർക്ക് ചെയ്യേണ്ടത് ഈ ഒരു പെർസ്പെക്റ്റീവിലാണ്. ഇപ്പോൾ തുറന്നു കിടക്കുന്ന ഈ ഒരു സ്പേസ് ഉപയോഗിക്കാനും കൂടെ
അവർക്ക് പറ്റണം. ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗവേഷണങ്ങൾക്കും ഇത്തരം താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നമ്മൾ എത്ര കണ്ടു മുന്നിലാണ്? നമ്മൾ ഇനിയും കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാനില്ലേ ഈ വിഷയത്തിലൊക്കെ? പ്രത്യേകിച്ച് കലയെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നമ്മൾ അഡ്വാൻസ് ചെയ്യാനുണ്ട്. കാരണം നമുക്കിവിടെ കൾച്ചറൽ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉണ്ട്. ദോസ് ആർ കംപ്ലീറ്റ്ലി ഫണ്ടഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ദ ഗവൺമെൻറ്. ബട്ട് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ സപ്പോർട്ട് ഓർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ അവരുടെ ഒരു പ്രവർത്തനത്തിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നല്ലതാണ്. കാരണം ഗവേഷകൻ എന്ന നിലയിൽ നമ്മൾ കുറച്ചധികം പ്രതിബദ്ധങ്ങൾ നേരിടേണ്ടി വരില്ലേ? നമ്മുടെ ഉറപ്പായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരു ഫെലോഷിപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഫെലോഷിപ്പ് എങ്ങനെയാണ് നമ്മൾ വാങ്ങുക എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് എത്ര എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളത്, അത് നമ്മൾ ഏത് രൂപത്തിൽ പഠനത്തിന് ചിലവഴിക്കും എന്നുള്ളതൊക്കെ ഒരു പ്രയാസമുണ്ട്. പിന്നെ അതിലപ്പുറത്ത് നമ്മളിവിടെ ഉള്ള പല കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഗവൺമെൻറ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഒരുപാട് ഫെലോഷിപ്പ് ഒന്നും കൊടുക്കുന്നില്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് കുറച്ച് ഫെലോഷിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നല്ലതാണ്. പക്ഷേ ഇനിയും നമുക്ക് ഒരു ഫെലോഷിപ്പുകളൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റിയാൽ അത് ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ഹോംലി സപ്പോർട്ടോട് കൂടിയിട്ട് പുറത്തു പോയിട്ട് അവർക്ക് പഠിക്കാനും കൂടെ പറ്റും. പ്രത്യേകിച്ചും നമ്മളെ NEP ഒക്കെ നമ്മൾ പറയുന്ന കാലമാണല്ലോ. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യണം. മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹോം ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോം ഗവൺമെൻറ്റുകൾ അവിടെ വല്ലാണ്ട് തുറന്ന് പ്രവർത്തിക്കണം. ഇപ്പോൾ റീസെൻ്റ്ലി ഇനിയിപ്പോൾ ഗവൺമെൻറ്റൊക്കെ മാറി വരുന്നു, ഇപ്പോൾ ഒരു ഗവൺമെൻറ് കഴിഞ്ഞു. പല കാര്യങ്ങളും നമ്മൾ ഗവൺമെൻറ് അതിൽ കീൻ ഇൻട്രസ്റ്റഡ് ആണ്. യൂണിവേഴ്സിറ്റികൾ ഇൻട്രസ്റ്റഡ് ആണ്, ഗവൺമെൻറ് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിയാലിറ്റി സ്പേസിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറലിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു റിസർച്ച് ഗവേഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക, അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പോരാ, അത് റിയാലിറ്റിയിൽ നടപ്പിലാക്കണം. അപ്പോൾ ഒരു ഫാക്കൽറ്റി ഒരു റിസർച്ച് ആയിട്ട് വരുമ്പോൾ നമ്മളതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വാട്ട് ഐ എം ഫേസിങ് ഡ്യൂറിങ് മൈ ഐ ടോൾഡ് യു 16-17 യൂണിവേഴ്സിറ്റികൾ, ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ ഞാൻ പോകും. പക്ഷേ അത് ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കാഷ്വൽ ലീവ് എടുത്തിട്ടാണ് പോവുക. അതായത് എനിക്ക് ഒരു വർഷത്തിലുള്ള 20 കാഷ്വൽ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഈ കോൺഫറൻസുകൾക്ക് പോവുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു അയർലൻഡിൽ പോയാൽ ഗാനയിൽ പോയപ്പോൾ ഏകദേശം 6-7 ദിവസം വർക്കിംഗ് ഡേ പോയി. അതെൻ്റെ കാഷ്വൽ ലീവ് എന്നാണ് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സപ്പോർട്ടേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഒരു എക്സ്ട്രാ ലീവ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് സുഖമായിട്ട് പോകാൻ പറ്റും, കാഷ്വൽ ലീവ് ടച്ച് ചെയ്യാതെ. പിന്നെ ഒരു സപ്പോർട്ട്, ഹോംലി സപ്പോർട്ട് കൊടുക്കുക. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഫണ്ട് കൊടുക്കുക. ഒരു വലിയ ഫണ്ടൊന്നും ഇതിലേക്ക് ആവശ്യമുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകളൊന്നും നിരന്തരം പോകുന്നൊന്നുമില്ല. അപ്പോൾ ഉള്ള ആളുകൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുത്താൽ ഇതൊരു റിസർച്ച് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ വലിയൊരു മാറ്റം വരുത്താനും ബാക്കിയുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമാവാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു നമ്മുടെ ഈ ആർട്സ് പഠിപ്പിക്കുന്ന കോളേജുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പല യൂണിവേഴ്സിറ്റികൾ, ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും കേരളത്തിൽ പൊതുവേ ഇതിനോട് ആളുകൾ പതിയെ മുഖം തിരിയുന്ന ഒരു സാഹചര്യമുണ്ട്. പല യൂണിവേഴ്സിറ്റികളിലും ക്യാമ്പസുകളിലും ആർട്സ് സബ്ജക്റ്റുകളിൽ കുട്ടികളുടെ എണ്ണം കുറവാണ്. പല കോളേജുകളിലും പല ഡിവിഷൻസും ഇത്തരത്തിൽ കട്ട് ചെയ്യേണ്ടി വരുന്നു. കാരണം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് പുതിയതായിട്ടുള്ള ആളുകളിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന് പ്രത്യേകം അതിനൊക്കെ അപ്പുറത്ത് ഇതൊരു തൊഴിൽ ലഭിക്കുന്ന മേഖലയാണ്, ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു മേഖലയാണ്, ഇത് നമുക്ക് അനിവാര്യമായ ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഞാൻ പല വകുപ്പ് മേധാവികളോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറയാറുള്ളത് കുറച്ചുകൂടെ സിൻസിയർ ആയിട്ടുള്ളൊരു അപ്രോച്ച് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വേണം. മാത്രമല്ല കുറച്ചുകൂടെ നല്ല അധ്യാപകർ, ഇപ്പം നിങ്ങളെയൊക്കെ നമ്മൾക്ക് വലിയ കൗതുകം തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ സിൻസിയറായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ആത്മാർത്ഥതയോടെ സമീപിക്കുന്ന അധ്യാപകർ വേണം. സത്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, പ്രത്യേകിച്ച് കലയുടെ വിദ്യാഭ്യാസത്തിൽ, സാഹിത്യ വിദ്യാഭ്യാസം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇത്തരം കുറേ വെല്ലുവിളികളല്ലേ? നല്ലൊരു കാഴ്ചപ്പാടാണ്. കറക്റ്റാണ്. നമ്മളുടെ ഗവൺമെൻറ് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഗവൺമെൻറ് പ്രവർത്തിക്കണം, ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള അധ്യാപകർ പ്രവർത്തിക്കണം, യൂണിവേഴ്സിറ്റി അക്കാഡമിക് ബോഡികൾ പ്രവർത്തിക്കണം. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മളൊരു പാത്ത് വേ ഓൾറെഡി സെറ്റ് ചെയ്തു ആൻഡ് വി വാണ്ടഡ് ടു സ്റ്റിക്ക് ഓൺ ദാറ്റ് പാത്ത് വേ. Nobody wanted to break it, that tradition. But academics ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് somebody should be there to experience something new. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാഴ്ചപ്പാട്, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ പുതിയ സബ്ജക്റ്റുകൾ, പുതിയ ഗവേഷണങ്ങൾ, പുതിയ തോട്ട് പ്രോസസ്സ് യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ വരണം. ഇപ്പം നോർമലി നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഒരു ഹിസ്റ്ററി എല്ലാ കാലത്തും അതുപോലെ പഠിച്ചു പോകുന്നു. യെസ്, ഗുഡ്.
ബട്ട് അതിൻ്റെ കൂടെ നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ്, ഒരു കമ്മ്യൂണിറ്റിയുടെ പാട്ടുകൾ, നാടൻ പാട്ടുകൾ, നാടൻ കലാരൂപങ്ങൾ, അവരുടെ മാപ്പിളപ്പാട്ടുകൾ പോലെയുള്ള സാധനങ്ങൾ, ഇതെങ്ങനെയാണ് കമ്മ്യൂണിറ്റിയിൽ സ്വാധീനം ചെലുത്തുന്നത്? ഇപ്പോൾ നമ്മൾ വീണ്ടും യൂണിവേഴ്സിറ്റികളൊക്കെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ പുതിയ പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്താനും അതിനെ അക്കാഡമിക്സിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഈ ശ്രമം നിന്നു പോകരുത്. കാരണം നമ്മളെ വളരെ പ്രയാസം തോന്നിയൊരു സാധനം, എത്നോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിവിടെ ഇല്ല, കേരളത്തിലേ ഇല്ല. ഇന്ത്യയിൽ തന്നെ വളരെ കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിലെ എത്നോ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബട്ട് എത്നോ മ്യൂസിക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളില്ല. അതുപോലെ എത്നോ കൊറിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലെങ്കിൽ പുതിയ ചെയറുകളൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ കുറേ കുട്ടികൾക്ക് ആർട്സ് പഠിക്കുന്നതോടുകൂടി, ഹിസ്റ്ററി പഠിക്കുന്നതോടുകൂടി ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളും പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ വളരെ കറക്റ്റാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് അത് നോക്കിക്കാണുന്നത്. പ്ലസ് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബോഡികളിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം. വിഷണറി ആയിട്ട് പ്രവർത്തിക്കാനും അതിനെക്കുറിച്ച് പുതിയ ചാലഞ്ചാണെങ്കിൽ പോലും ഒന്ന് പരീക്ഷിക്കാനുള്ള ഒരു 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 സ്റ്റേണായിട്ട് നമുക്ക് പരീക്ഷിക്കാനുള്ള ഒരു സ്പേസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവണം. പ്ലസ് കോളേജുകളിലെ ടീച്ചേഴ്സ് പുതിയ പുതിയ റിസർച്ച് തുടങ്ങിയിട്ട്, ഇപ്പോൾ NEP ഒക്കെ വന്നതിന് ശേഷം നമ്മളുടെ സിലബസ് നമുക്ക് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സിലബസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആരും ടച്ച് ചെയ്യാത്ത അന്യമായിട്ട് കിടക്കുന്ന സിലബസ് ഉൾപ്പെടുത്തി അതിനെ പഠിപ്പിക്കാനുള്ള ഒരു കാര്യം ഓരോ ഫാക്കൽറ്റിക്കും എടുക്കാൻ പറ്റും. അപ്പോൾ ആസ് എ ഫാക്കൽറ്റി ഫ്രം എത്നോ മ്യൂസിക്കോളജിക്കൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഐ ക്യാൻ ഇൻകോപ്പറേറ്റഡ് മാപ്പിള സ്റ്റഡി ഇൻ മൈ സിലബസ്. അങ്ങനെ ഗവൺമെൻറ് തല, യൂണിവേഴ്സിറ്റി തല, ഫാക്കൽറ്റി തല എൻഗേജ്മെൻറ്റ് സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുമ്പോഴാണ് ഇത് വലിയൊരു US സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, UK സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പോലെ ലോകം ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് പറയാറുണ്ട്, പഴയ കാലത്തെ ട്രഡീഷൻ. ആ ട്രഡീഷൻ ഇന്ത്യൻ നോളജ് സിസ്റ്റം നമ്മൾ ഇന്നും വളരെ വലിയൊരു സാധനമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? ഡൈവേഴ്സിറ്റി ഓഫ് ദ സബ്ജക്റ്റ്, ദ വേ ഓഫ് നോയിങ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പ്രാക്ടിക്കലും തിയറിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരുന്നു. അതേ രൂപത്തിലേക്ക് നമ്മൾ ഇന്ന് മോഡേൺ കാലഘട്ടം മാറണം. ദ ട്രഡീഷൻ നോളജ് സിസ്റ്റം replaced with the modern system, but with same accuracy that was established very back in the history of India. അങ്ങനെ ആകുമ്പോൾ നമുക്ക് US സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പോലെ, യൂറോപ്പ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പോലെ ഒരു എക്സൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും നമ്മൾ അവിടേക്ക് നോക്കുന്നതിൻ്റെ പകരം അവരിങ്ങോട്ട് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു അക്കാദമിക് യാത്രയെ കുറിച്ച് കൗതുകരമായ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സിവിൽ സർവീസ് ആവാൻ വേണ്ടി പോയ ഒരാൾ പിന്നെ തിരിച്ച് വീണ്ടും മടങ്ങിയെത്തുന്നു, പിന്നെ വീണ്ടും റിസർച്ചിലേക്ക് തിരിയുന്നു. എങ്ങനെയാണ് ഈ ഒരു പരസ്പര വൈരുദ്ധ്യങ്ങളെന്ന് പറയാനില്ല, ഇത് ഒന്നിനോടൊന്നും ചേർന്ന് പോകുന്ന വിഷയങ്ങളാണെങ്കിലും എങ്ങനെയാണ് ഇങ്ങനെ ഒരു വളഞ്ഞ യാത്ര? ഓക്കെ, വളഞ്ഞ യാത്ര സ്ട്രൈറ്റ് യാത്ര തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു, സ്കൂൾ വിദ്യാഭ്യാസം BM ഹൈസ്കൂളായിരുന്നു പരപ്പനങ്ങാടി. അത് കഴിഞ്ഞ് SNMHS ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പനങ്ങാടി. അത് കഴിഞ്ഞ് ഡിഗ്രിയും PGയും ചെയ്തത് PSMO കോളേജിൽ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള നമ്മൾ പറയുന്ന പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും പഠിച്ച് വരാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം PSMO കോളേജ് ഒരു ഗെയിം ചേഞ്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്ന് പറയുന്ന കോളേജിൽ എല്ലാവർക്കും അറിയാം തിരൂരങ്ങാടിയുടെ ചരിത്രവും തിരൂരങ്ങാടി യത്തീംഖാനയുടെ ചരിത്രവും അതുമായിട്ട് 1968 വന്ന കോളേജിൻ്റെ ചരിത്രമൊക്കെ എല്ലാം കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോളേജാണല്ലോ. ആ കോളേജിൽ വന്നതിന് ശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മളെ പെർസെപ്ഷൻ തന്നെ മാറ്റിയത്. കാരണം ഒരു പക്ഷേ കേരളത്തിൽ ഒട്ടുമിക്ക ചരിത്ര അധ്യാപകരെ ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് PSMO കോളേജ് ആവാം എന്ന് പലപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ PSMO കോളേജ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ആവാം. അതാണ് എൻ്റെ ജീവിതത്തിലും വളരെ വലിയൊരു മാറ്റം ഉണ്ടായത്. ഡിഗ്രി അവിടെ കഴിഞ്ഞു, PG അവിടെ കഴിഞ്ഞു. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ അവിടെ പ്രധാനമായിട്ട് പാട്ട് പാടുമായിരുന്നു. സിവിൽ സർവീസിൻ്റെ ഒരു ചെറിയ തുടക്കം അന്നുണ്ടായിരുന്നു. പ്ലസ് അക്കാഡമിക്സും ഇങ്ങനെ യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞു. PG അവിടെ കഴിഞ്ഞു. സത്യത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലോ JNUവിലോ അലിഗഡിലൊക്കെ പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ പോയും ചെയ്ത് അവിടെ എക്സാമൊക്കെ എഴുതി അവിടെ കിട്ടിയിരുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ടും PSMOയിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചു. ഒരു പാട്ടിൻ്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെ സീസോണിലും ഇൻ്റർ സോണിലൊക്കെ മത്സരിക്കേണ്ടത് കൊണ്ട് വീണ്ടും PSMOയിലേക്ക് തന്നെ തിരിച്ച് PG അവിടെ കംപ്ലീറ്റ് ചെയ്തു.
PG കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് സക്കാത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു, നിങ്ങൾ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു സിവിൽ സർവീസിന് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ നമ്മളെ ഒരു ഓൾ ഇന്ത്യ ടെസ്റ്റിലൂടെ ആളുകളെ തിരഞ്ഞെടുക്കും. ഒരു 10-14 ആളുകൾ നമ്മളെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അവർ സിവിൽ സർവീസിന് വേണ്ടി പഠിപ്പിക്കും. അന്ന് കേരളത്തിൽ നിന്ന് ഭാഗ്യവശാൽ ഹിസ്റ്ററി പഠിക്കുന്നതുകൊണ്ടൊക്കെ ആവാം നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള ബാച്ചിൽ 1ാം റാങ്ക് കിട്ടിയിരുന്നു. അങ്ങനെ സിവിൽ സർവീസ് മോഹവുമായിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിലേക്ക് പോയി എൻ്റെ ബാച്ചിലുള്ള കുറേ ആളുകളുണ്ട്, സർവീസിൽ വർക്ക് ചെയ്യുന്ന ഉനൈസ് ഋഷിൻ ഇസ്മായിലിനെ പോലെയുള്ള തിരൂരുകാരൻ IAS ഓഫീസർ, അങ്ങനെ പല ആളുകളും വളരെ അടുത്ത കൂട്ടുകാരാണ്. ഡൽഹിയിലേക്ക് പോയി സിവിൽ സർവീസ് പഠനം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാട്ടുമായിട്ടുള്ള ബന്ധവും ഹിസ്റ്ററിയുമായിട്ടുള്ള ബന്ധവും ഒക്കെ അപ്പോഴും മനസ്സിലുണ്ട്. ഞാൻ ഓപ്ഷണലായിട്ട് എടുത്തതും ഹിസ്റ്ററി തന്നെയാണ്. സിവിൽ സർവീസ് 2 കൊല്ലം കഴിഞ്ഞു, ചില പ്രിലിംസൊക്കെ കിട്ടി, ബാക്കി ഇങ്ങനെ കിട്ടാതായപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ നാട്ടിലേക്ക് വരണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു എനപ്പോയ യൂണിവേഴ്സിറ്റി മാംഗ്ലൂരിലെ അവിടെ ഒരു പുതിയൊരു സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എനപ്പോയിലേക്ക് വന്നു. എനപ്പോയിൽ വന്ന് സിവിൽ സർവീസിൻ്റെ പഠന മേഖലയിൽ അങ്ങനെ തുടർന്നുകൊണ്ട് പോയിരിക്കുന്ന സമയത്താണ് ചില കൂട്ടുകാർ പറഞ്ഞു, എന്നാൽ പിന്നെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഹിസ്റ്ററിക്ക് രജിസ്റ്റർ ചെയ്യാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹിസ്റ്ററി PhDക്ക് വേണ്ടി മംഗലാപുരത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ PhDയുടെ പ്രോസസ്സിങ് നടക്കുന്നു, ഈ സിവിൽ സർവീസിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ PhDയുടെ തിരക്കിലായി, അതിൻ്റെ കൂടുതൽ പ്രയോറിറ്റി ഞാൻ PhD കൊടുത്തു. ആ സമയത്താണ് ഈ ZFI വീണ്ടും ഒരു എക്സാം നടത്താൻ വേണ്ടിയിട്ട് നമ്മളെ PSMO കോളേജിലേക്ക് വരുന്നത്. അപ്പോൾ സഫർ മഹമ്മൂദ് സാർ, ഒരു IARS ഓഫീസർ, എന്നോട് പറഞ്ഞു നിങ്ങളും കൂടെ വരികയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ PSMO കോളേജിൽ വന്നു. PSMO കോളേജിൽ വീണ്ടും എൻ്റെ കോളേജിലേക്ക് തന്നെ തിരിച്ചു വരാം കുറച്ച് കാലത്തിന് ശേഷം. അപ്പോൾ പുതിയൊരു പ്രിൻസിപ്പൽ ഉണ്ട്, ഡോക്ടർ അസീസ്. അവർ അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ നമ്മളെ കോളേജിലേക്ക്, പുറത്ത് യൂണിവേഴ്സിറ്റി വുമൻസ് കോളേജിൽ നിന്ന്. അപ്പോൾ സാറിനോട് ചോദിച്ചു, അസീബോട് പഠിച്ചാണെങ്കിൽ ഇവിടെ വീണ്ടും ഗസ്റ്റ് ഫാക്കൽറ്റിയുടെ ഒരു പൊസിഷൻ ഒഴിവുണ്ട്, ഇവിടെ ജോയിൻ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 2018 സാറ് പറഞ്ഞതോട് കൂടിയിട്ട് അവിടെ ഗസ്റ്റായി ജോയിൻ ചെയ്തു. പിന്നെ ഒരു 4 കൊല്ലം ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു. 2022 ശേഷം അവിടെ പെർമനൻ്റ്ലി അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫ് ഹിസ്റ്ററി ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇതാണൊരു അക്കാഡമിക് ജേണി, ബട്ട് മോസ്റ്റ് ഓഫ് മൈ ജേണി ദാറ്റ് ഡിറ്റർമിൻഡ് ബൈ മൈ ബിലൗഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് PSMO കോളേജ്. അതാണ് അതിനകത്തൊരു രസകരമായ കാര്യം, കൗതുകമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വളരെ സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് ഇത്തരം നേട്ടങ്ങളൊക്കെ, വലിയ സ്കോളർഷിപ്പുകളൊക്കെ, വലിയ അക്കാദമിക് ഫൗണ്ടേഷൻസ് ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ലാത്ത ആളുകൾക്ക് കഷ്ടപ്പാടിലൂടെ, സ്ട്രഗിളിലൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ജീവിതത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ടൊക്കെ കൊണ്ടാണ് ഞാനത് ചോദിച്ചത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയാനുള്ളത്, ഈ മാപ്പിളപ്പാട്ടിലെ ചരിത്രം വലിയ രസകരമായ ഒരു വിഷയമാണ്, കൗതുകരമുള്ള വിഷയമാണ്, ഒരു പക്ഷേ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന വിഷയമാണ്. എങ്ങനെയാണ് ഈ മാപ്പിളപ്പാട്ടുകൾ ചരിത്രം തിരഞ്ഞു പോകുന്നത്? അതിൻ്റെ ഒരു റിസർച്ച് രീതി എങ്ങനെയാണ് ഇപ്പോൾ? മാപ്പിളപ്പാട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടം മുതലേ ഐ എം എൻഗേജ്ഡ് വിത്ത് മാപ്പിള സോങ്. വളരെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ട് പാടുകയും, മാപ്പിളപ്പാട്ട് മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ട് ഇങ്ങനെ പാടി വരുന്ന കാലഘട്ടമായിരുന്നു. രസകരമായൊരു സാധനം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, മാപ്പിളപ്പാട്ട് ചെറിയ ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ട് പാടിക്കും. അപ്പോൾ ഞാൻ കരുതി 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പാടിപ്പിക്കലൊന്നും ഉണ്ടാവില്ല, വലിയ കുട്ടികളാവുമല്ലോ. +2 കഴിഞ്ഞ് എനിക്കൊരു സലാം സാർ ഉണ്ടായിരുന്നു. സലാം സാർ ഇടയ്ക്കിടയ്ക്ക് മാപ്പിളപ്പാട്ട് പാടിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഹൈസ്കൂളിലൊക്കെ ഒരു ഗീത ടീച്ചറൊക്കെ ഉണ്ടായി. ഞാൻ ആ പേര് മെൻഷൻ ചെയ്യാതെ പോകാൻ പാടില്ല, കാര്യം അത്ര സപ്പോർട്ട് ചെയ്ത് എൻ്റെ 2ാം ക്ലാസ്സിലെ ടീച്ചറാണ് ഗീത ടീച്ചറൊക്കെ. പിന്നെ ഒരു ഡിഗ്രിക്ക് എത്തിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഉറപ്പിച്ചു, ഇനിയിപ്പോൾ ആരും ക്ലാസ്സിൽ പാടിപ്പിക്കലൊന്നും ഉണ്ടാവില്ല. കോളേജ് വലിയൊരു ക്ലാസ്സായി, വലിയ കുട്ടികളായി. 3 കൊല്ലം പാട്ട് തന്നെയായിരുന്നു കോളേജിൽ. PG ആകുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ റിസർച്ച് ഓറിയൻ്റ് ആവും, പാട്ടിൽ നിന്നൊക്കെ കുറച്ച് ബാക്കിൽ വരുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ വീണ്ടും പാട്ട് തന്നെയായിരുന്നു. ഇൻ്റർസോൺ സീസോൺ കലോത്സവത്തിൽ ഇപ്പോൾ എൻ്റെ വലിയൊരു സന്തോഷം പങ്കുവെക്കുകയാണെങ്കിൽ, അന്നത്തെ കാലഘട്ടത്തിൽ കോൽക്കളി, ദഫ്മുട്ട്, വട്ടപ്പാട്ട്, ഈ മാപ്പിളപ്പാട്ട് ഗ്രൂപ്പ്, എല്ലാത്തിനും ഇൻ്റർസോൺ ഫസ്റ്റായിരുന്നു. ഇൻ്റർസോൺ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഞാൻ എൻ്റെ റിസർച്ച് ഒരു ഡെസേർട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം PGയുടെ സമയത്ത്. അന്നും ഞാൻ എടുത്ത ടോപ്പിക്ക് മാപ്പിളപ്പാട്ടായിരുന്നു. അപ്പോൾ PhDക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് മാപ്പിളപ്പാട്ടായിക്കൂടാ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹമുള്ള സബ്ജക്റ്റ്. അതെടുത്താൽ പിന്നെ എനിക്ക് PhDയുടെ ബോറിങ് ഒരു സമയത്ത് പോലും ഉണ്ടാവില്ല, പുതിയ സാധനം റീഡ് ചെയ്യുമ്പോഴുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല. സോ ഐ ചൂസ് മൈ PhD ഓൾസോ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്.
മാപ്പിളപ്പാട്ടിലെ ടോപ്പിക്കിൽ മാപ്പിളപ്പാട്ടു എ സോഴ്സ് ടു റീച്ച് ടു ദ ലൈഫ് ഓഫ് മാപ്പിളാസ് ഓഫ് മലബാർ. മാപ്പിളപ്പാട്ട് എങ്ങനെയാണ് മാപ്പിളമാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനുള്ള ചരിത്രരേഖയായിട്ട് ഉപയോഗിക്കാം എന്നതായിരുന്നു PhD ടോപ്പിക്ക്. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ പല ടൈപ്പുകളെ കുറിച്ച്, അതിൻ്റെ ഒരു ഇൻ്റർ കണക്ഷനെ കുറിച്ച്, അതിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്സിനെ കുറിച്ച്, അതുണ്ടാക്കുന്ന ഇമോഷണൽ കണക്ഷൻസിനെ കുറിച്ച്, അതെഴുതുന്ന ടൈപ്പുകളെക്കുറിച്ച്, അറബി മലയാള ലിറ്ററേച്ചറിനെ കുറിച്ച്, അതിൻ്റെ അറബി മലയാളം ആൽഫബറ്റ്സിനെ കുറിച്ച്, അത് മാറി വന്ന കാലങ്ങളെക്കുറിച്ച്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാപ്പിളപ്പാട്ടുകൾ, ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വന്നു. അതിലൊരു ഭാഗമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അർണോൾഡ് അഡ്രിയാൻ ബാക്കിയുടെ ഒരു റിപ്പാട്രിയേഷൻ പ്രോജക്റ്റും. അങ്ങനെ PhD ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് കൊടുക്കുമ്പോൾ പിന്നെ പാടിക്കൂല എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചത്. ഈ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിൻ്റെ ഇൻ്റർവ്യൂ അവർ നടത്തും. ഇൻ്റർവ്യൂവിലേക്ക് നമുക്ക് വരാം. ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അവരെന്നെ കൊണ്ട് 2 പാട്ട് പാടിപ്പിച്ചു. സാധാരണയായിട്ട് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിൻ്റെ സമയത്ത് അങ്ങനെ പാട്ട് പാടിപ്പിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര വലിയൊരു ഡിസ്കഷൻ, ഏകദേശം 7ഓളം ഫാക്കൽറ്റീസ്, US എന്നുള്ള ഫാക്കൽറ്റീസ്, ഇന്ത്യയിൽ നിന്നുള്ള ഫാക്കൽറ്റീസ്, ആൻഡ് സംബഡി വൺ ഗൈ മേ ബി ഹീസ് സൈക്കോളജിസ്റ്റാ, ഒന്നും ചോദിച്ചിട്ടില്ല, ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു വീഡിയോ. അങ്ങനെ തുടങ്ങി 7ഓളം ആളുകൾ ഇരിക്കുന്ന പാനലിൽ മെത്തഡോളജി പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എന്നോട് 2 മാപ്പിള പാട്ട് പാടിപ്പിച്ചു. അപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് നിൽക്കുമെന്ന് തുടങ്ങിയ പാട്ട് പോസ്റ്റ് ഡോക്ടറിൽ വരെ നിന്നിട്ടില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ടേസ്റ്റിനനുസരിച്ചാണ് ഇങ്ങനെ ഇതുവരെ വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ടിൻ്റെ ഈ ഒരു ജേണി ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് ഇപ്പോഴും അത് പോസ്റ്റ് ഡോക്ടറിൽ വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന, അപ്ഡേറ്റിന്റെ ഫ്ലോറിൽ മാപ്പിളപ്പാട്ട് പാടാം, അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു യാത്രയാണ്. അങ്ങനെ അപ്പം ഈ മാപ്പിളപ്പാട്ടുകളിലെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഒരു കണ്ടിന്യൂവേഷൻ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. മാപ്പിളപ്പാട്ടിൽ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് എനിക്കൊന്ന് അപ്രീഷിയേഷൻ കൂടുതൽ കിട്ടുന്നത്, വേദികളിൽ കൂടുതലായി പാടുന്നത് ഈ പടപ്പാട്ട് പോലെയുള്ള വിഭാഗങ്ങൾക്കാണ് കുറച്ചുകൂടെ വലിയ ഇതിൽ ഓഡിയൻസ് അപ്രീസിയേഷൻ, അല്ലെങ്കിൽ കല്യാണപ്പാട്ട് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെയാണ് പോകുന്നത്. അതിനപ്പുറത്തേക്കുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ചരിത്രം, പടപ്പാട്ടിൽ തന്നെ വലിയ ചരിത്രം ഉണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നു ഇതൊക്കെ? ആയിരുന്നു. പടപ്പാട്ടുകളും ഓരോ ടൈപ്പ് ഓഫ് സോങ്ങുകളും ഗവേഷണത്തിന്റെ ഭാഗമായിരുന്നു. പടപ്പാട്ടുകൾ, ഈ കെസ് പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, ദെൻ കത്ത് പാട്ടുകൾ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. നിങ്ങൾ ചോദിച്ച പോലെ മാപ്പിളപ്പാട്ട് ഓരോ ടൈപ്പ് ഓഫ് സോങ്ങുകൾക്കും അതിൻ്റെതായ ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ കത്തുപാട്ടിലാണ് ഞാൻ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്ത് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയാണ്. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി പ്രസ്സിലാണ്. അതിൻ്റെ ഒരു ട്രാൻസ്നാഷണൽ മ്യൂസിക്കൽ ഫ്ലോ അറൗണ്ട് ദ ഇന്ത്യൻ ഓഷ്യൻ, മ്യൂസിക് ആൻഡ് ദ ഗൾഫ് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിലാണ് ചെയ്തത്. എങ്ങനെയാണ് ഈ ഒരു മൈഗ്രേഷനെ കുറിച്ച് പഠിക്കാൻ, ഗൾഫുകാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ, 1970 മുതൽ ഇങ്ങോട്ടുള്ള ഗൾഫ് ബേസ്ഡ് ഹിസ്റ്റോറിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ അവരങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കത്ത് പാട്ടുകൾ എന്തായിരുന്നു എന്നതായിരുന്നു അതിൽ പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ നമ്മൾ ഒരുപാട് കത്തുപാട്ടുകൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറിയക്കുട്ടിയുടെ കത്തുപാട്ട് ഒക്കെ, പുലിക്കോട്ടിൽ ഹൈദർ എഴുതിയ പാട്ടൊക്കെ ഇപ്പോൾ കത്തുപാട്ടിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പപ്പാട്ടുകൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള പാട്ടുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഹിസ്റ്റോറിസൈസ് ചെയ്യാം? ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഫോർഗോട്ടൻ ടേസ്റ്റ് ആൻഡ് ഫോർഗോട്ടൻ ഫുഡ് എന്നൊരു കോൺസെപ്റ്റാണ്. നമ്മൾ മറന്ന രുചികളും മറന്ന വിഭവങ്ങളും, ഹൗ ടു റിട്രീവ് ദ ഫ്ലേവർ ഓഫ് ദി ഫുഡ് ത്രൂ ദെയർ സോങ്. എങ്ങനെയാണ് നമുക്ക് അവരുടെ ഫുഡിൻ്റെ ഫ്ലേവർ മനസ്സിലാക്കാൻ പറ്റുക അവരുടെ പാട്ടിലൂടെ എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ടോപ്പിക്കിലേക്ക് പുതിയൊരു മെത്തഡോളജി ആഡ് ചെയ്ത് കൊണ്ടുവരിക എന്നതാണ്. മാപ്പിളപ്പാട്ടുകൾക്ക് അതിൻ്റെതായ സ്കോപ്പുകളുണ്ട്. അതിലേക്ക് റിസർച്ചിലേക്ക് വരുമ്പോൾ നമ്മളെ എക്സ്ട്രാ സാധനം അതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ പടപ്പാട്ടുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, വളരെ പ്രചാരത്തിലുള്ള പല പടപ്പാട്ടുകളും നമ്മളെ നാട്ടിലുണ്ട്. ഞാനൊക്കെ ഒരുപാട് പടപ്പാട്ടുകളും ഇതൊക്കെ പാടിയതുമാണ്. അപ്പോൾ ഈ പടപ്പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം 1921 ശേഷം മലബാർ റബല്യനൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ പോലീസ് ഓഫീസറായ ഹുഡ്സൺ ഈ പാട്ടുകളൊക്കെ നിരോധിക്കാൻ വേണ്ടിയുള്ള ലെറ്റർ അയക്കുന്നുണ്ട് അന്നത്തെ മജിസ്ട്രേറ്റിന്. ആൻഡ് ഹീ സ്റ്റേറ്റഡ് ദാറ്റ് സം സോങ്സ് ഇറ്റ് സീംസ് ലൈക്ക് സൈക്കോളജിക്കൽ വെപ്പൺ, ഒരു സൈക്കോളജിക്കൽ വെപ്പണാണ്. അതുകൊണ്ട് ഈ പാടി പറയുക എന്ന് പറയുന്ന സംവിധാനമൊക്കെ അവസാനിപ്പിക്കണം മലബാറിൽ. കാര്യം ഇതെന്തോ ഒരു എനർജി മലബാറിലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പടപ്പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്.
അപ്പോൾ ഇത്തരത്തിലൊക്കെ ബ്രിട്ടീഷ് രേഖകളിൽ പോലും മെൻഷൻ ചെയ്ത വളരെ വലിയൊരു സൈക്കോളജിക്കൽ ടൂളായിരുന്നു മാപ്പിളമാർക്ക് ഈ പടപ്പാട്ട് പോലെയുള്ള സാധനങ്ങൾ. അതുകൊണ്ടാണ് മഞ്ചേരി റിവോൾട്ടിലും ഈ ചേറൂര് റിവോൾട്ടിലൊക്കെ ഷഹീദായി കിടന്ന ആളുകളുടെ കീശയിൽ നിന്ന് പടപ്പാട്ടുകളൊക്കെ കിട്ടിയിരുന്നു എന്നുള്ളത് നമ്മൾ ഹിസ്റ്റോറിക്കലി പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ച വളരെ വലിയ ഇമോഷണലി കണക്റ്റഡായ ഒരു സാധനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പാടുമ്പോഴുള്ള ഒരു ചടുലത മാത്രമാണ് ഇപ്പോൾ. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് അത് ചടുലതക്കപ്പുറം അവരുടെ ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒരു മൈൻഡ് ബോഡി ജർക്കിംഗ് എന്ന് പറയുന്ന ഒരു തീമിലേക്ക് കണക്ട് ചെയ്തത്. ഒരു പാട്ട് പാടുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡും ബോഡിയും എങ്ങനെയാണ് ജർക്ക് ചെയ്യുന്നത്. ഇത് ജർക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ആ ഒരു ആൻറ്റി കൊളോണിയലിസ്റ്റുകൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇതേ പേപ്പർ ഞാൻ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു 1921 100-ാം വർഷത്തിൽ 1921 2021 എന്നെ അവരൊരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. സെയിം അന്ന് അവർ നിരോധിച്ച പടപ്പാട്ടുകൾ വീണ്ടും എനിക്ക് പേപ്പറായിട്ട് അവതരിപ്പിക്കാൻ പറ്റി 2021. അതൊരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു 100 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇതിൽ വന്ന മാറ്റങ്ങളും ഇതിലുണ്ടായ ചേഞ്ചുകളും എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി അതിനെ സ്വീകരിച്ചത് എന്നൊക്കെ പറയാൻ അന്നത്തെ ഒരു സമയത്ത് ആ പേപ്പറിൽ പറ്റിയെന്നത്. റോയൽ മ്യൂസിക്കൽ അസോസിയേഷനും ബ്രിട്ടീഷ് ഫോറം ഫോർ എത്നോമ്യൂസിക്കോളജിയും കൂടെ ചേർന്ന് നടത്തിയ ഒരു വേൾഡ് ഇൻ്റർനാഷണൽ റിസർച്ച് സ്കോളേഴ്സ് കോൺഫറൻസ് ആയിരുന്നു അത്. ഒരു പടപ്പാട്ട് കൂടെ പാടിയിട്ട് നമുക്ക് മുന്നോട്ട് പടപ്പാട്ട് കുറേ പാട്ടുകളുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് ഇങ്ങനെ പാടും. ഞാൻ അന്ന് ഇൻട്രസ്റ്റോടെ പാടിയൊരു പാട്ട് പാടാം. പടപ്പാട്ടല്ല, ഒരു മാപ്പിളപ്പാട്ടാണ്. പ്രവാചകന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. പതിമക്കാ ദിക്കിലടങ്കലും പരിമളം പരത്തിയ മുത്തൊളി ത്വാഹ പുഞ്ചിരി തഞ്ചും കതിരൊളി നൂറാ പങ്കജമുത്തിക സുഗന്ധമലരായി പിറந்த സുഹൃതമേ ജഗമെങ്കും സുദീനം പുകിന്തോരതിർപ്പമേ മുത്തൊളി ബിൻഭവനം പൊലിവെന്താ പൊൻതനുവിൽ ബദർ വിളർந்த ദൂതാം പുതുമകൾ നളർந்த വേദാ சுதனுண்டு சிரிப்புண்டு வந்து பிறந்ததில் ஸ்துதி விண்டு உலகம் அஜபஜபே சுதனுண்டு சிரிப்புண்டு வந்து பிறந்ததில் ஸ்துதி விண்டு உலகம் அஜபஜபே சொர்க்கதாராகே புகழாய் துனியாய் சொர்க்கனூரின் தெளிவாய் நிதிமதியாய் മണ്ഡലുമൊക്ക മുന്തിടുമക്ക മുന്തിനു ചൊർക്ക മുമ്പിതയാം മുത്തില് മുത്തായി മർത്തബയൊത്തായി മുസ്തഫ യാസീൻ സയ്യിദരാം മർഹബദകമേ ദുനിയാമേ മൊഴികളിൽ പോരിഷ് നിറവാകെ മിക മികവായ് തിക തികവായ് മഹീദിൽ ഖാജ മഹൽ രാജ നബി ഹക്കിൻ ദൂതർ ഷറഫെ അഹമ്മദോരേ ഇഹം പിറந்த താജാ ബദറുദി പുകൾ സിറാജ. ഈ പാട്ടായിരുന്നു ഞങ്ങൾ അന്ന് പാടിയത്. ഒരു പ്രവാചകൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് മക്കയിലുണ്ടായ പശ്ചാത്തലവും മക്കയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒരു മനോഹരമായ പാട്ടായിരുന്നു. ഇതിനാണ് അന്ന് ഇൻ്റർസോണിൽ 2012 മാപ്പിളപ്പാട്ട് ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയത്. അടുത്ത പദ്ധതികൾ എന്തൊക്കെയാണ്? അടുത്ത പദ്ധതി പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് മിക്കവാറും ഇപ്പോൾ അവർ കൺഫേം ആയിട്ട് പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചൽസിലാവും. 10 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഒരു വർഷത്തേക്ക് പ്ലാൻ ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ പ്രൊജക്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിന് ടൈം ലൈനൊക്കെ നമ്മൾ മുന്നേ കൂട്ടി പറയണം. നമ്മൾ 8 മാസം മുതൽ 24 മാസം വരെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാം എന്ന് കരുതി നമ്മളുടെ ഒരു പ്രൊജക്റ്റ് വലിച്ചു നീട്ടി ഏതായാലും പോവാണ് 24 മാസത്തേക്ക് ആക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റേ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവർ കറക്റ്റായിട്ട് നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഹൗ മെനി മന്ത്സ് യു വാണ്ടഡ് ടു ഡു യുവർ പ്രൊജക്റ്റ് ഇൻ ദ US. അപ്പോൾ നമ്മൾ കറക്റ്റ് പറയണം, എനിക്കിതാ ഇത്രയാണ് സമയം ഈ പ്രൊജക്റ്റ് ചെയ്യാൻ. അപ്പോൾ അവർ ചോദിക്കും എന്താ ആദ്യത്തെ മാസത്തിൽ ചെയ്യേണ്ടത്. ഇൻ്റർവ്യൂവിന് ചോദിക്കും എന്താ നിങ്ങളെ പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ചോദിക്കും, ഈ 10 മാസത്തിൽ 12 മാസത്തിൽ നിങ്ങൾ US എന്താണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഓരോ മാസം മുതൽ പറയാൻ പറ്റണം. ഫസ്റ്റ് മന്തിലെ പ്ലാൻ, സെക്കൻഡ് മന്തിലെ പ്ലാൻ, തേർഡ് മന്തിലെ പ്ലാൻ. അല്ലാതെ റാൻഡംലി 10 മാസത്തേക്കാണ് എൻ്റെ ഫെലോഷിപ്പ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ പോരെ. യു ഷുഡ് ബി ജസ്റ്റിഷ്യബിൾ on the ground that you mentioned in your application you want to be reside in the US for the next 1 year. കറക്റ്റ് ആ ടൈം ലൈന്, ടൈം ഫ്രെയിം വർക്ക് വിത്ത് ഫാക്കൽറ്റി, ഏത് കോളേജിൽ പോകണോ, ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണോ, ഏത് ഫാക്കൽറ്റിയെ മീറ്റ് ചെയ്യണോ എന്നത് ടൈം ടു ടൈം സ്പേസ് കറക്റ്റ് ചെയ്ത് ഈ ടൈം കൊടുക്കണം.
അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു. അത് ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം ഇത് കാണുന്ന ആളുകൾക്ക് ഇതിൻ്റെ ടൈം പ്രോസസ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അത് എൻ്റെ പ്ലാന് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരണം. കാരണം എൻ്റെ പ്രൊജക്റ്റിൻ്റെ ടൈറ്റിൽ റീസ്റ്റഡി, അതിനെക്കുറിച്ച് പഠിക്കുക, റിപ്പാട്രിയേഷൻ, ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ പാട്ടുകളാണ്, അതിനെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഡിജിറ്റലൈസ്, അതിനെ ഭാവിയിലെ തലമുറയിലുള്ള ആളുകൾക്ക് വേണ്ടി ഡിജിറ്റലൈസ് ചെയ്യുക. ഇത് മൂന്നും നടത്തണമെങ്കിൽ ഞാൻ അവിടെ പോയി ഇതിനെക്കുറിച്ച് പഠിച്ച് തിരിച്ചു വന്ന് ഡിജിറ്റലൈസ് ചെയ്യുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് മൂന്നുമാണ്: റീസ്റ്റഡി, റിപ്പാട്രിയേറ്റ്, ഡിജിറ്റലൈസ്. ഇവിടെ നഷ്ടപ്പെട്ടു പോയ വലിയ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ഉദ്യമമാണ്. വലിയ സ്വപ്നവും മഹത്തായ ലക്ഷ്യവുമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ആളുകൾ അങ്ങിലേക്ക് അറിവ് തേടിയെത്തട്ടെ, കൂടുതൽ ആളുകളിലേക്ക് അറിവെത്തിക്കാനാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.